നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലേക്കാണ് ആദ്യം പോകുന്നത്. പ്രതി ചെന്താമര അതിവിദഗ്ധനെന്ന് പോലീസ്. കുടുംബങ്ങൾ തമ്മിലുള്ള വൈരാഗ്യമെന്ന് SP അജിത് കുമാർ വ്യക്തമാക്കി. ഭാര്യയടക്കം ക്രൂരമായി കൊലപ്പെടുത്താനാണ് ചെന്താമര പദ്ധതിയിട്ടത്. കൊലപാതകത്തിൽ പ്രതിക്ക് കുറ്റബോധമില്ല എന്നും പോലീസ് പറയുന്നു. വിവരങ്ങളിലേക്ക് പോകാം. അരുൺ ആലത്തൂർ ചേരുന്നു. ഒപ്പം ചെന്താമരയുടെ വീടിന് മുന്നിൽ നിന്ന് ആനന്ദ് പുത്തൂരുമുണ്ട്. അരുൺ, ഈ പ്രതിയെ സംബന്ധിച്ച് പ്രതിയുടെ ശരീരഭാഷയിൽ നിന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിർത്തിയപ്പോഴുമുള്ള ശരീരഭാഷയിൽ നിന്നും പോലീസ് സ്റ്റേഷനുള്ളിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു നേരത്തെ തന്നെ ഒരല്പം പോലും കുറ്റബോധം പ്രതിക്കില്ല എന്നുള്ളത്. എന്താണ് SP വ്യക്തമാക്കിയത്? വീണ, അതുതന്നെയാണ് SP പറഞ്ഞത്. ഈ പ്രതിക്ക് ഇത്തരത്തിൽ 2 അരിങ്കൊലകൾ നടത്തിയിട്ടും യാതൊരു കുറ്റബോധവുമില്ല എന്നുള്ളതാണ്. നേരത്തെ നടത്തിയ കൊലപാതകം ഉൾപ്പെടെ 3 കൊലപാതകമാണ് ഈ ചെന്താമര നടത്തിയിരിക്കുന്നത്. എന്നിട്ട് ലവലേശം കുറ്റബോധമില്ലാതെയാണ് പ്രതി പോലീസിനോട് ഓരോ കാര്യങ്ങളും വിവരിച്ചത്. മാത്രമല്ല ഇയാൾക്ക് ഈ കൊലപാതകം നടത്തിയതിൽ സന്തോഷമാണ് ഉള്ളത് എന്നുള്ളതാണ് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ പറയുന്നത്. ഇന്നലെ ഒരു 10:30 പ്രതിയെ പോലീസ് പിടികൂടുന്നത്. വയലിൽ വെച്ചാണ്, അതായത് ഈ ചെന്താമരയുടെ വീടിന് സമീപത്തെ വയലിൽ വെച്ചാണ് പ്രതിയെ പിടികൂടിയത് എന്നുള്ളതാണ് പോലീസ് പറഞ്ഞത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിവരങ്ങൾ ലഭിച്ചിരുന്നു. പലതും തെറ്റായ ഇൻഫർമേഷനുകളും മറ്റുമൊക്കെ ആയിരുന്നു. കുറേ കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് പ്രതി ഈ വിശന്നു കഴിഞ്ഞാൽ ഈ മലയുടെ മുകളിൽ പോയി താമസിക്കും, അവിടെ നിന്നും വിശന്നു കഴിഞ്ഞാൽ വീടിന് സമീപത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു അനുമാനത്തിലാണ് പോലീസുകാരെ ഈ വീടിന് സമീപത്ത് വിന്യസിച്ചിരുന്നത്. അതേതായാലും കൃത്യമായി എന്നുള്ളതാണ് പോലീസ് വിലയിരുത്തുന്നത്. മാത്രമല്ല ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറേ കാര്യങ്ങൾ പറഞ്ഞതായിട്ട് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കുന്നു. 10 മണിയോടെയാണ് പ്രതി കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. ഈ കൊലപാതകത്തിന് ശേഷം ആദ്യം വീട്ടിൽ പോയി, വീട്ടിൽ നിന്നും പിന്നെ ഈ മലയുടെ ഭാഗത്തേക്ക് ഓടിപ്പോവുകയായിരുന്നു. ആ മലഭാഗത്ത് 1.5 ദിവസമാണ് ഈ പ്രതി ചെന്താമര കഴിച്ചുകൂട്ടിയത്. ഈ മലയിൽ കഴിച്ചുകൂട്ടിയ സമയത്തൊക്കെ പ്രതി കൃത്യമായിട്ട് തന്നെ പോലീസ് താഴെ തിരിയുന്നതും മറ്റുമൊക്കെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഈ ഡ്രോൺ പറത്തുന്നതായാലും മാധ്യമങ്ങൾ ഈ മലയുടെ താഴ്വശത്ത് വന്ന് നിൽക്കുന്നതായാലും ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ നിന്നും കൃത്യമായിട്ട് തന്നെ ഈ പ്രതി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ കൊലപാതകത്തിലേക്ക് ഈ 2 പേരെ അരിങ്കൊല ചെയ്യുന്നതിലേക്ക് പ്രതിക്ക് മോട്ടീവായിരിക്കുന്നത് പോലീസ് ഇതുവരെ പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസിന് മനസ്സിലായിരിക്കുന്നത് പ്രതിക്ക് വ്യക്തിവൈരാഗ്യമായിരുന്നു ഈ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളോടും ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. 2018 ഈ ചെന്താമരയുടെ ഭാര്യ പിണങ്ങിപ്പോകുന്നത്. ആ ഭാര്യ പിണങ്ങിപ്പോയതിന് കാരണം അയൽവാസികളായ ഈ സുധാകരൻ്റെ കുടുംബം, ആ സുധാകരൻ്റെ കുടുംബം കൂടോത്രമോ മന്ത്രവാദമോ മറ്റോ ചെയ്തത് കൊണ്ടാണ് ഭാര്യ പിണങ്ങിപ്പോയത് എന്നുള്ളൊരു ചിന്ത ഇയാൾക്കുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രതി മറ്റ് ജ്യോത്സ്യനെയോ മറ്റോ കണ്ടതായിട്ടോ അല്ലെങ്കിൽ മന്ത്രവാദിയെ കണ്ടതായിട്ടൊന്നും പോലീസിന് കൃത്യമായിട്ട് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്തരം സാധ്യതകളിലൊക്കെ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എങ്കിൽ ഈ പ്രതി കൃത്യമായി ഉറച്ച് വിശ്വസിച്ചിരുന്നു തൻ്റെ കുടുംബം ശിഥിലമാവാൻ കാരണം അയൽവാസികളായ ആളുകൾ മന്ത്രവാദം ചെയ്തതാണ്, കൂടോത്രം ചെയ്തതാണ് എന്നൊക്കെ ഈ പ്രതി ഉറച്ച് വിശ്വസിച്ചിരുന്നു. അതിൽ അത്തരത്തിലുള്ള ചിന്ത കൊണ്ടാണ് ഇയാൾ കൊലപാതകം നടത്താൻ വേണ്ടി തീരുമാനമെടുക്കുന്നത്. അങ്ങനെയാണ് 2019 സജിതയെ കൊലപ്പെടുത്തുന്നത്. സജിതയെ കൊലപ്പെടുത്തിയതിന് ശേഷം പിന്നീട് ശിക്ഷ അനുഭവിക്കുകയും പിന്നീട് ജയിലിൽ കഴിഞ്ഞ പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം ആദ്യം കോഴിക്കോടിലെ തിരുവമ്പാടി ഭാഗത്തേക്കാണ് പോയത്. ആ കോഴിക്കോട് തിരുവമ്പാടിയിലെ ഒരു കോറിയിൽ ഇയാൾ സെക്യൂരിറ്റി ജീവനക്കാരനായിട്ട് സേവനമനുഷ്ഠിച്ചുകൊണ്ടിരുന്നു. അവിടെ നിന്നും ആ ജോലി ഇയാൾക്ക് പെട്ടെന്ന് നഷ്ടമാവുന്നൊരു സ്ഥിതി ഉണ്ടായി. ആ ജോലി അവിടെ നിന്നും നഷ്ടമായപ്പോഴാണ് പ്രതി പിന്നീട് തിരികെ പോത്തുണ്ടിയിലേക്ക് എത്തുന്നത്. പോത്തുണ്ടിയിൽ എത്തിയപ്പോൾ തന്നെ ഇയാൾ ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നു ഇങ്ങനെ കൊലപാതകം നടത്തണമെന്നുള്ള കാര്യം നേരത്തെ തന്നെ ഉറപ്പിച്ചിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കാരണം ഈ കൊലപാതകത്തിന് ഉപയോഗിച്ചിരുന്ന കൊടുവാള് അത് കൃത്യമായിട്ട് തന്നെ നേരത്തെ വാങ്ങി വെച്ചിരിക്കുകയായിരുന്നു. നല്ല മൂർച്ചയൊക്കെ പരിശോധിച്ചുകൊണ്ട് കൊടുവാള് നേരത്തെ വാങ്ങി വെക്കുകയും അതിൻ്റെ പിടി സ്വയം ഇയാൾ നിർമ്മിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. പരസ്പര വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിൻ്റെ കാര്യം. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ
ആയുധം നേരത്തെ ഉണ്ടാക്കി അത് പിടിയെല്ലാം സ്വയം നിർമ്മിച്ച് എല്ലാം കൃത്യമായൊരു പ്ലാനിങ് ഇയാൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതേസമയം തന്നെ പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ ഈ പോലീസിനെ മിസ്ലീഡ് ചെയ്യാനും പ്രതി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി പറയുന്നത്. താൻ വിഷം കഴിച്ചു, അതായത് ഈ ചെന്താമരയുടെ വീട്ടിൽ നിന്നും ഒരു പാതി ഉള്ള വിഷക്കുപ്പി കണ്ടെത്തിയിരുന്നു, അതിലെ പാതി വിഷം താൻ കുടിച്ചു എന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. പക്ഷേ പോലീസ് ആശുപത്രിയിൽ എത്തിച്ച് ഈ പ്രതിയുടെ വൈദ്യപരിശോധനയൊക്കെ നടത്തി. പക്ഷേ ആ വൈദ്യപരിശോധനയിൽ വിഷാംശമൊന്നും ശരീരത്തിൽ കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രതി ബോധപൂർവം പോലീസിനെ മിസ്ലീഡ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നതാണ് പോലീസ് കരുതുന്നത്. കൂടാതെ ഇയാൾ കഴിഞ്ഞ 1 മാസമായിട്ട് പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ കൊലപാതകം അവിടെ റീക്രിയേറ്റ് ചെയ്യണം, മാത്രമല്ല കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതായിട്ടുണ്ട് എന്നും പോലീസ് പറയുന്നുണ്ട്. ഇയാളുടെ ഒരു സ്വഭാവ സവിശേഷതയെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇയാൾ താൻ വലിയ ശക്തനാണ് എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ്, താനൊരു പുലിയാണ് എന്ന് ചിന്തിക്കുന്ന തരത്തിൽ ഒരു ചിന്ത ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ഇയാൾക്ക് വലിയ ആത്മവിശ്വാസവും വലിയ പ്ലാനിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കൊലപാതകം കൃത്യമായി നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുന്നു. ആ പ്ലാൻ ചെയ്ത് കൊലപാതകം നടത്തിയതിന് ശേഷവും പ്രതിക്ക് യാതൊരു കുറ്റബോധവും ഈ കാര്യത്തിൽ കൊലപാതകം നടത്തിയതിൽ യാതൊരു കുറ്റബോധവും ഇല്ല എന്നുള്ളതാണ്. ഏതായാലും ഭക്ഷണം കഴിക്കാൻ എന്ന തരത്തിൽ വീട്ടിലേക്ക് വന്നപ്പോഴാണ് പ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇന്ന് തന്നെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യുമെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇനി പോലീസ് ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പും മറ്റുമൊക്കെ നടത്തുന്ന അത്തരം നടപടികളിലേക്ക് ഇന്നെന്തായാലും കടക്കില്ല എന്നതാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കുന്നത്. 1-2 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും. ഏതായാലും കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ട് എന്ന കാര്യവും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. കാരണം കുറച്ചേറെ കാര്യങ്ങൾ ഈ പ്രതി തന്നെ പറഞ്ഞുവെങ്കിലും ഇനിയും കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് പോലീസിന് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ 2 ദിവസത്തിനകം കസ്റ്റഡിയിൽ വാങ്ങാനുള്ള സാധ്യതയുമുണ്ട്. ശരി അരുൺ.